കുഞ്ചൻ്റെ ദുർവിധി എന്ന ടൈറ്റിൽ കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് സിനിമാതരം കുഞ്ചനെ കുറിച്ചിട്ടല്ല. കുഞ്ചൻ നമ്പ്യാർ എന്ന പേരിൽ പണ്ടൊരു കവിയുണ്ട്. അദ്ദേഹം പാലക്കാട് ജില്ലയിൽ ലക്കിടിക്കടുത്ത് കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചു എന്നാണ് ഐതിഹ്യം. അത് പിന്നീട് അമ്പലപ്പുഴ രാജാവിൻ്റെ സദസ്സിനായിരുന്നു. ചെമ്പകശ്ശേരിയിൽ രാജാവിൻ്റെ സദസ്സിനായിരുന്നു. അമ്പലപ്പുഴയിൽ വളരെ കാലം താമസിച്ചു. പിന്നീട് ഈ അമ്പലപ്പുഴ അടങ്ങുന്ന ചെമ്പകശ്ശേരി രാജ്യം മാർത്താണ്ഡവർമ്മ കീഴടക്കിയപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ പല കഥകളും നമ്മുടെ നാട്ടിൽ പ്രചരിച്ചിട്ടുണ്ട്, പല ഐതിഹ്യങ്ങളും ഉണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പല തമാശകളുമുണ്ട്. ഇദ്ദേഹമാണ് ഓട്ടംതുള്ളൽ എന്ന് പറഞ്ഞൊരു ജനകീയ കലാരൂപം ഇവിടെ ആവിഷ്കരിച്ചത് എന്നാണ് ചരിത്രം. അത് കലർപ്പില്ലാത്ത ചരിത്രമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉറപ്പില്ല. ഒരുപക്ഷെ ഇതിന് മുമ്പ് തന്നെ ഏറെക്കുറെ ഇതുപോലെയുള്ള ഒരു കലാരൂപം ഉണ്ടായി കാണണം. ഇദ്ദേഹം അത് പരിഷ്കരിച്ചു. അതിനുവേണ്ടി നിരവധി കവിതകൾ രചിച്ചു എന്നുള്ളിടത്താണ് അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം. അദ്ദേഹത്തിൻ്റെ തുള്ളൽ കവിതകളൊക്കെ നമ്മൾ പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ്ട് 3ാം ക്ലാസ് മുതൽക്ക് ഇദ്ദേഹത്തിൻ്റെ തുള്ളൽ കൃതികൾ പഠിക്കാനുണ്ടായിട്ടുണ്ട്. സ്യമന്തകമാണെങ്കിലും കാർത്തികവീരാർജുന വിജയമാണെങ്കിലും ശ്രീകൃഷ്ണചരിതം മണിപ്രവാളാണെങ്കിലും ഒക്കെ പല ക്ലാസ്സുകളിലും പഠിക്കാനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു വലിയ പ്രസിദ്ധനായ കവിയാണ്, ജനകീയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ പല സാംസ്കാരിക സ്ഥാപനങ്ങളും നമ്മുടെ സർക്കാർ പണ്ട് തുടങ്ങിയതും ഏറ്റെടുത്ത് നടത്തുന്നതുമായിട്ടും ഉണ്ട്. അതിലൊന്നാണ് കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ സ്മാരകം. അവിടെ കുട്ടികളെ തുള്ളൽ അഭ്യസിപ്പിക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മനോരമയിൽ വന്ന വാർത്ത ശരിയാണെങ്കിൽ, മനോരമയിൽ വരുന്ന മിക്കവാറും വാർത്തകളൊക്കെ ശരിയായിരുന്നുകൊണ്ട് ഇത് തെറ്റാവാൻ സാധ്യതയില്ല എന്ന് ഞാൻ വിചാരിക്കും. കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ സ്മാരകത്തിലെ ജീവനക്കാർക്ക് വളരെ കാലമായിട്ട് ശമ്പളം കിട്ടുന്നില്ല. സ്ഥിരം ജീവനക്കാർക്ക് 16 മാസമായിട്ട് ശമ്പളമില്ല. താൽക്കാലിക ജീവനക്കാരുണ്ട്, അവർ കലാ അധ്യാപകരാണ്. അത് കുട്ടികളെ ഈ തുള്ളൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് 11 മാസമായിട്ട് ശമ്പളമില്ല. അപ്പോൾ ഒരു കൊല്ലത്തിൽ മേലായിട്ട് ശമ്പളം കിട്ടാത്തതിനെ തുടർന്ന് ഈ ജീവനക്കാരെല്ലാം ഒരു കൂട്ട അവധിയെടുത്ത് നാട്ടിൽ പോയി. പല സ്ഥലത്തു നിന്ന് വന്ന് ജീവിക്കുന്നവരാണ്. നായർ വിശന്നു വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല എന്ന അവസരമാണ് ഇപ്പോൾ അവരുടെ വീട്ടിലെ കാര്യം. വേറെ യാതൊരു മാർഗ്ഗവുമില്ല ജീവിക്കാൻ. ഓരോരുത്തർ നാട്ടിൽ പോയി വേറെ എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണ്. മിക്കവാറും അവർ മറിയക്കുട്ടിയെ പോലെ പിച്ചച്ചട്ടി എടുത്ത് പെരുവഴിയിൽ ഇറങ്ങുകയോ അല്ലെങ്കിൽ ഓട്ടംതുള്ളൽ നാട് റൂട്ടിൽ നടത്തുകയൊക്കെ ചെയ്യേണ്ടവർ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു. അതേ തുടർന്ന് ഈ കുഞ്ചൻ സ്മാരക കേന്ദ്രം പൂട്ടി. അവിടെ തുള്ളൽ പഠിക്കുന്ന കുറേ വിദ്യാർത്ഥികളുണ്ടായിരുന്നു, കലാസ്നേഹികൾ. വേറൊന്നും പഠിക്കാൻ തോന്നായിട്ട് വല്ല SFIയിലും ചേർന്ന് ജാഥയ്ക്ക് പോയാൽ മതിയായിരുന്നു. സഖാവ് ആർഷോയുടെ നാട്ടിൽ നിന്ന് അധികം ദൂരമല്ല ഈ കിള്ളിക്കുറിശി മംഗലം. അദ്ദേഹത്തിൻ്റെ നേതൃത്വം സ്വീകരിച്ച് വല്ല മഹാരാജ് സ്കൂളിൽ പോയി BA പൊളിറ്റിക്സിനോ ഇസ്ലാമിക് ഹിസ്റ്ററിക്കോ അല്ലെങ്കിൽ മലയാളത്തിനോ ചേർന്നാൽ മതി. അതിന് പകരം ഈ കുട്ടികൾ തുള്ളൽ പഠിക്കാൻ പറ്റും. തുള്ളൽ പഠിക്കാൻ പോയ കുട്ടികൾ ഇപ്പോൾ തുള്ളാനും നിവൃത്തിയില്ല, ചാടാനും നിവൃത്തിയില്ലാതെ അവർ വീട്ടിൽ പോയി. ഈ സ്മാരകം പൂട്ടി എന്നാണ് മനോരമയിൽ വന്ന റിപ്പോർട്ട്. മനോരമയിൽ വന്ന റിപ്പോർട്ട് തെറ്റാണെങ്കിൽ സാറിനയിൽ പിറ്റേ ദിവസം ദേശാമാലിനും കണ്ടാണ്. ദേശാമാലിനും കണ്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ പൂട്ടി എന്ന് തന്നെ വേണം നമ്മൾ വിചാരിക്കാൻ. അങ്ങനെ പൂട്ടിപ്പോയ ഈ വിദ്യാർത്ഥികൾ അവരിനിപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ആർക്കും അറിയില്ല. സത്യത്തിൽ അവരോട് സഹതപിക്കണോ എന്നറിയില്ല. സഖാവ് സജി ചെറിയാൻ്റെ കീഴിലുള്ള സാംസ്കാരിക വകുപ്പാണ് ഈ കുഞ്ചൻ സ്മാരകത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. അതിൻ്റെ ഉടമസ്ഥ സജി ചെറിയാനും സാംസ്കാരിക വകുപ്പിനുമാണ്. അപ്പോൾ സാംസ്കാരിക വകുപ്പ് ഇതൊന്നും അറിയുന്നില്ല. ശമ്പളം കൊടുക്കാൻ യാതൊരു നടപടിയും ചെയ്യുന്നില്ല. ശമ്പളം കൊടുക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ കാശുമില്ല. കിട്ടുന്ന കാശ് കാരണഭൂതനും അദ്ദേഹത്തിൻ്റെ മരുമോനും ബാക്കി 19 മന്ത്രിമാർക്കും പുട്ടടിക്കാൻ തന്നെ തികയുന്നില്ല. അവരുടെ ആഡംബരത്തിന് കാശില്ല. മുഖ്യമന്ത്രിക്ക് കവചിത വാഹനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടത്ര പണമില്ല. ആംബുലൻസ്, ഫയർ എഞ്ചിൻ ഇതൊക്കെ ഇല്ലാതെ അദ്ദേഹത്തിന് എഴുന്നള്ളാനും പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വലിയ കഷ്ടപ്പാടിൽ കൂടി കടന്നു പോവുകയാണ്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാവുന്നതിൽ കൂടുതലും വാങ്ങിച്ചു കഴിഞ്ഞു. കടമെടുക്കാവുന്നതും അതിനപ്പുറവും വാങ്ങിച്ചു കഴിഞ്ഞു. ചെത്തുതൊഴിലാളി ക്ഷേമതയിൽ നിന്നും അതുപോലെ നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ എന്നൊക്കെ കടമെടുത്തിട്ടാണ് ഈ കച്ചവടം കൊണ്ടുനടക്കുന്നത്. അധികം വൈകാതെ കട പൂട്ടും. അപ്പോഴാണ് ഈ തുള്ളൽ പഠിക്കാൻ പോയ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് കിട്ടാതെ, അപ്പോഴാണ് തുള്ളൽ പഠിപ്പിക്കുന്നവർക്ക് ശമ്പളം മുടങ്ങുന്നത്. അപ്പോഴാണ് അവർ കൂട്ട അവധി എടുത്ത് പോകുന്നത്. ഇത് കുഞ്ചൻ്റെ ദുർവിധിയാണോ നമ്മുടെ ഓരോരുത്തരുടെ ദുർവിധിയാണോ എന്നത് കാണുന്നവർ തന്നെ തീരുമാനിച്ചാൽ മതി. ഏതായാലും സജി ചെറിയാൻ്റെ ഭരണം ഗംഭീരമായിട്ട് നടക്കട്ടെ. കേരളം കണ്ട എക്കാലത്തെയും സംസ്കാര സമ്പന്നനായ സാംസ്കാരിക മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ ഉത്തരവുള്ളൂ, അത് സജി ചെറിയാൻ എന്നാണ്. കഴിഞ്ഞ ദിവസം കൂടി പുള്ളി ഭരണഘടനയെ വീണ്ടും വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഭരണഘടനയെക്കുറിച്ച് ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കും. അത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുഞ്ചൻ നമ്പ്യാർ ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ
ഭരണഘടനാ ചരിതം എന്ന് പറഞ്ഞൊരു ഓട്ടംതുള്ളൽ എഴുതുമായിരുന്നു. പക്ഷേ കഷ്ടം, അദ്ദേഹം മരിച്ചുപോയി. ജീവിച്ചിരുന്നെങ്കിൽ എഴുതിയാൻ എന്നാണ് എൻ്റെ അഭിപ്രായം. സഖാവ് പ്രഭാവർമ്മയ്ക്കൊന്ന് ശ്രമിച്ചു നോക്കാവുന്നതാണ്. ഭരണഘടനാ വിജയം ഓട്ടംതുള്ളൽ നന്നായിരിക്കും, ജോറാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.